ഈ വർഷം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം. എന്നാൽ ഓവർ ഹൈപ്പിലെത്തുന്ന സിനിമകൾ പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിക്കുകയും അധികം ബഹളമൊന്നുമില്ലാതെ വരുന്ന സിനിമകൾ ഹിറ്റടിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് സമീപകാല മലയാള സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന കാഴ്ച. ഈ വർഷം ആദ്യം ജനുവരിയിലാകെ 17 സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബോക്സ് ഓഫീസിൽ കരുത്തു തെളിയിച്ച ഓസ്ലറും മലയക്കോട്ടെ വാലിബനും എത്തിയപ്പോൾ ചില സിനിമകൾ തിയേറ്ററിൽ മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജനുവരിയിലേതുപോലെയല്ല ഇനി വരാനിരിക്കുന്ന റിലീസുകൾ. ഫെബ്രുവരിയിൽ ഗംഭീര സിനിമകളാണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അതിൽ മുൻപന്തിയിലുള്ള ഒന്നാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം. ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരി 15-ന് തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് ഭ്രമയുഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഭ്രമയുഗത്തിന് UA സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ ഭാഗമായാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിട്ടുള്ളത്. മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഈ പോസ്റ്ററിലുമുള്ളത്. പുതുവത്സര ദിനത്തിലായിരുന്നു മുൻപ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പോസ്റ്റർ പുറത്തു വന്നിരുന്നത്. അതിനു പിന്നാലെ ചിത്രത്തിലെ മറ്റ് താരങ്ങളായ അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും അമാൽഡ ലിസിന്റെയും പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു. മുൻപ് ഭ്രമയുഗത്തിന്റെ പാക്കപ്പ് വിവരം പങ്കുവച്ചിരുന്നത് ലൊക്കേഷനിൽ നിന്നുമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു. പിന്നാലെ വന്ന പോസ്റ്ററുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരുന്നു. അതോടെ ഇത് ചിത്രം മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി പേടിപ്പിക്കാനാണ് ഹൊറർ ത്രില്ലറുമായി മമ്മൂട്ടി എത്താൻ ഒരുങ്ങുന്നത്. സിനിമ എത്തുന്നതിന് മുൻപ് തന്നെ ഭ്രമയുഗം സിനിമയിലെ ഗാനങ്ങളും പുറത്തു വന്നു. ഭ്രമയുഗത്തിന്റെ സൗണ്ട് ട്രാക്കാണ് പുറത്തുവിട്ടിരുന്നത്. തീം സോങ് ഉൾപ്പെടെ 6 ട്രാക്കുകളാണ് ഭ്രമയുഗത്തിൽ ഉള്ളത്. പാണൻ പാട്ടുകളെ ധ്വനിപ്പിക്കുന്ന തരത്തിലും സർപ്പം പാട്ടിന് സമാനമായ തരത്തിലും ഒക്കെ നിഗൂഢതകൾ സമ്മാനിക്കുന്നതാണ് പുറത്തു വന്ന ഈ പാട്ടുകൾ. ക്രിസ്റ്റോ സേവ്യറാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത്. ദിൻനാഥ് പുത്തഞ്ചേരി, അമ്മു മരിയ അലക്സ് എന്നിവരാണ് ഗാനത്തിന്റെ രചയിതാക്കൾ. ക്രിസ്റ്റോ സേവ്യർ, അധീന, സായന്തസ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. ഈ സൗണ്ട് ട്രാക്കിനൊപ്പം ഭ്രമയുഗത്തിന്റെ ഒരു കിടിലൻ പോസ്റ്ററും ഭ്രമയുഗം ടീം പുറത്തുവിട്ടിരുന്നു. ഒരു മന്ത്രവാദ കളത്തിന്റെ മുന്നിൽ തന്റെ ആരാധനമൂർത്തി ആരാധിച്ചിരിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമായിരുന്നു ആ പോസ്റ്ററിലും ഉണ്ടായിരുന്നത്. മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ ലിസ്, മണികണ്ഠൻ ആചാരി എന്നിവരും ഭ്രമയുഗത്തിലുണ്ട്. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഭ്രമയുഗത്തിലുണ്ട്. പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണനാണ് ഭ്രമയുഗത്തിന്റെ സംഭാഷണം എഴുതുന്നത്. ഷഹനാദ് ജലാലാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോഡ് സ്റ്റുഡിയോസ് എന്നിവരുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവരാണ് ഭ്രമയുഗം നിർമ്മിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായി സിനിമ പുറത്തിറങ്ങും. ഭ്രമയുഗം ഫെബ്രുവരി 15-നാണ് റിലീസിനെത്തുന്നത്. അതേസമയം മലയാളം അടക്കം 5 ഭാഷകളിൽ ഭ്രമയുഗം എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും മലയാളം പതിപ്പ് മാത്രമാണോ ഫെബ്രുവരി 15-ന് റിലീസ് ചെയ്യുന്നതെന്ന സംശയവും ആരാധകർക്കുണ്ട്. കാരണം ഭ്രമയുഗത്തിന്റെ മലയാളം ടീസർ മാത്രമേ അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളൂ. മറ്റു ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.